ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഇതിന് ഈ വീഡിയോൻ്റെ അവസാനം ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി എടുക്കാനുള്ളത് യാന്ത്രികോർജ്ജത്തെക്കുറിച്ചാണ്. വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുക്കൾക്ക് അതിൻ്റെ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് പറയുന്നത് യാന്ത്രികോർജ്ജം എന്ന്. ഇവിടെ കോൺഫിഗറേഷൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ആകൃതി, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് യാന്ത്രികോർജ്ജം രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സ്ഥിതികോർജ്ജമുണ്ട്, ഒന്ന് ഗതികോർജ്ജമുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിതികോർജ്ജത്തെക്കുറിച്ചാണ് ഇപ്പോൾ നോക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ ഒരു ടോയ് കാറും അതുപോലെ തന്നെ ഒരു അമ്പും വില്ലും തന്നിട്ടുണ്ട്. കുലച്ചു വച്ചിരിക്കുന്ന വില്ലിലെ അമ്പിനെയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറിനെയും സ്വതന്ത്രമാക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? രണ്ടും മുന്നോട്ട് ചലിക്കും അല്ലേ. അമ്പിന് ചലിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ചരടിൻ്റെ വലിവും വില്ലിൻ്റെ വളവും ചേർന്ന് ഉളവാക്കിയ സവിശേഷമായ വിന്യാസം കാരണമല്ലേ അമ്പിന് ഊർജ്ജം ലഭിക്കുന്നത്? ആ വില്ലിലെ ചരടിനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് അതിൻ്റെ ആകൃതിക്ക് ഉണ്ടാകുന്ന ആ ഒരു മാറ്റം കൊണ്ടാണ് അമ്പ് മുന്നോട്ട് ചലിക്കുന്നത്. ടോയ് കാറിന് ചലിക്കാൻ ആവശ്യമായ ഊർജ്ജം എങ്ങനെയായിരിക്കും ലഭിച്ചത്? കാറിൻ്റെ സ്ഥാനം മൂലമാണല്ലോ ഇവിടെ ഊർജ്ജം ലഭിച്ചതെന്ന്. അതായത് ഇവിടെ വസ്തുക്കൾക്ക് ഊർജ്ജം ലഭിച്ചത് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ആണല്ലോ. ഇത്തരം ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജത്തെക്കുറിച്ച് നിർവചിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജം രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം, രണ്ടാമത്തത് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ 3-4 ചിത്രം തന്നിട്ടുണ്ട്. സ്ഥിതികോർജ്ജം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജ്ജം അത് ഏതിൽ നിന്നാണ് ലഭിക്കുന്നത്? സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ് അല്ലേ. അപ്പോൾ ഞാൻ ആ ടേബിളിൽ വലിച്ചു നീട്ടിയൊന്ന് ഏതാണ്ട് എ എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ചിത്രം ബി, അമർത്തി വച്ചിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജ്ജം അതെങ്ങനെയാണ്? കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. അടുത്തത് ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജ്ജം അതേതിൽ വരും? സ്ഥാനം മൂലം. അടുത്തത് പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജ്ജം അതേതിൽ വരാം? കോൺഫിഗറേഷൻ മൂലമുള്ളത്. തന്നിരിക്കുന്നവയിൽ എയും സിയും സ്ഥാനം മൂലവും ബിയും ഡിയും കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ് കേട്ടോ. അടുത്ത് നോക്കാം, സ്ഥാനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന സ്ഥിതികോർജ്ജം എങ്ങനെ കണക്കാക്കാം? ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണല്ലോ സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജ്ജത്തിന് കാരണം. ഇപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ ഇരിക്കുന്ന തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്, അത് ഉയരത്തിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ് ആ ഒരു തേങ്ങ തെങ്ങിലിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു തേങ്ങയ്ക്ക് സ്ഥിതികോർജ്ജം ലഭിക്കുന്നത്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിൻ്റെ അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും. അതായത് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊരു വസ്തുവിനെ പിടിച്ച് തറയിൽ നിന്നെടുത്ത് പൊന്തിക്കണ സമയത്തും ആ വസ്തുവിൽ ഭൂമി പിടിച്ച് താഴേക്കൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുത്വാകർഷണത്തിനെതിരെ വേണം നമുക്ക് ആ ഒരു വസ്തുവിനെ പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിൻ്റെ അളവെന്ന് പറയുന്നതും ഗുരുത്വാകർഷണത്തിൻ്റെ ബലത്തിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവെന്ന് പറയുന്നതും തുല്യമായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തെ നമ്മൾ പി എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇവിടെ പി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് EP=mgh എന്ന് കൊടുക്കുന്നത്. ഇതിൽ എം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ മാസും എച്ച് എന്ന് പറയുന്നത് തറനിരപ്പിൽ നിന്നുള്ള ഉയരവുമാണ്. ജി എന്ന് പറയുന്നത് അറിയാലോ. അപ്പോൾ EP=mgh ആണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കാരണമുള്ള സമവാക്യം എഴുതാൻ പറഞ്ഞാൽ EP=mgh ആയിരിക്കും. ഇനി ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറനിരപ്പിൽ നിന്നും 8 മീറ്റർ ഉയർത്തുന്നു. ഇതിൽ തന്നിരിക്കുന്നത് വസ്തു തറയിലായിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? തറയിലായിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. സ്ഥിതികോർജ്ജം ആപേക്ഷികമായാണ് കണക്കാക്കുന്നത്. അവലംബമാക്കുന്ന പ്രതലത്തിലെ സ്ഥിതികോർജ്ജം 0 പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും സ്ഥിതികോർജ്ജം കണക്കാക്കുന്നത്. നാം ഉയരം അളക്കുമ്പോൾ തറനിരപ്പാണ് അവലംബകമായി എടുക്കുന്നത്. അതിനാൽ തറനിരപ്പിലെ സ്ഥിതികോർജ്ജം സാധാരണയായി 0 പരിഗണിക്കുന്നു. അതായത് നമ്മളിവിടെ സ്ഥിതികോർജ്ജം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉയരം കണക്കാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ തറനിരപ്പിനെ തൊട്ടിട്ടാണ് നമ്മളെന്ത് അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മൾ ഉയരം കണക്കാക്കുന്നത്. അപ്പോൾ തറനിരപ്പിന് നമ്മളെപ്പോഴും അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് എപ്പോഴും 0 നമ്മൾ എടുക്കുന്നത്. അവലംബക വസ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടോ നിശ്ചലായിരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അവലംബക വസ്തുവായിട്ട് എടുക്കുന്നത് ഭൂമിയാണ്. അപ്പോൾ ഭൂമിക്ക് നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഏതൊരു വസ്തുവും തറയിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. വസ്തു 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും?
വസ്തുവിൻ്റെ മാസ് m=50 കിലോഗ്രാം. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം G=9.8 m/s². വസ്തുവിന് ഗുരുത്വാകർഷണ ബലത്തിനെതിരായ ദിശയിലുണ്ടായ സ്ഥാനമാറ്റം h അല്ലെങ്കിൽ അതിൻ്റെ ഉയരമാണ് പറയുന്നത്. h ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത് 8 മീറ്റർ. സ്ഥിതികോർജം EP=mgh. അപ്പോൾ നമുക്ക് ഈ EP എന്ന് പറയുന്ന ഇക്വേഷനിൽ എമ്മിൻ്റെ വാല്യൂ നമുക്ക് 50 കിലോഗ്രാം കൊടുക്കാം. ജി എന്ന് പറഞ്ഞാൽ 9.8, എച്ച് എന്ന് പറഞ്ഞാൽ 8 മീറ്റർ. ഇതെല്ലാം കൂടി നമുക്ക് ഗുണിക്കുമ്പോൾ 3920 ജൂൾ കിട്ടും. അപ്പോൾ സ്ഥിതികോർജം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. അടുത്താണ് ഗതികോർജം. ഇവ രണ്ട് ചിത്രങ്ങളോട് തന്നിട്ടുണ്ട്. ഒന്ന് ചുഴലിക്കാറ്റൊക്കെ വരുമ്പോൾ മരങ്ങളൊക്കെ വീണ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ കെട്ടിടങ്ങൾക്കായാലും അതുപോലെ തന്നെ മറ്റു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ കാറ്റിനും വെള്ളത്തിനും പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നത് അവയുടെ ചലനം കാരണമാണല്ലോ എന്ന്. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവിനും അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ചിത്രത്തിൽ ഒരു ചരിവ് തലം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നും ഒരു സിലിണ്ടർ ആകൃതിയിൽ ഒരു ടിന്ന് ഉരുട്ടിവിടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചതുരക്കട്ട വെച്ചിട്ടുണ്ട്. ആ ടിന്നപ്പോൾ ചതുരക്കട്ടയിൽ വന്ന് തട്ടുന്ന സമയത്ത് ചതുരക്കട്ട ഒന്ന് നീങ്ങും. അതിനുശേഷം സിലിണ്ടർ ആകൃതിയിലുള്ള ടിന്നിൽ കുറച്ച് മണൽ നിറച്ചിട്ട് ഈ പറഞ്ഞ പരീക്ഷണം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ മണൽ നിറച്ച ടിന്ന് ഉരുട്ടി വിടുന്ന സമയത്ത് ചതുരക്കട്ട ആദ്യം നീങ്ങിയതിനേക്കാളും കുറച്ചും കൂടി ദൂരം കൂടുതൽ നീങ്ങും. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രവർത്തനം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ചതുരക്കട്ട കൂടുതൽ ദൂരം നീങ്ങിപ്പോകാൻ കാരണം എന്തായിരിക്കും? ഇവിടെ ടിന്നിൻ്റെ മാസ് കൂടിയത് കൊണ്ടാണല്ലോ ചതുരക്കട്ട കൂടുതൽ ദൂരം പോയത്. കാലിയായിട്ടുള്ള ടിന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ പരീക്ഷണം ചെയ്തത്. പിന്നെ രണ്ടാമത്തേലേക്ക് വന്നപ്പോൾ നമ്മൾ മണൽ നിറച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്താ കുറച്ചുകൂടി ഭാരം കൂടി അല്ലെ, മാസ് കൂടി. മാസ് കൂടുമ്പോൾ ഗതികോർജ്ജം കൂടുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മാസ് കൂടുമ്പോൾ ഗതികോർജ്ജവും കൂടുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പറയാം ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ മാസാണെന്ന് പറയാം. ഇനി അടുത്തൂടെ പറഞ്ഞേക്കുന്നത് ടിന്നിൻ്റെ പ്രവേഗം വർദ്ധിപ്പിച്ച് പരീക്ഷണം ആവർത്തിക്കാനാണ്. അതായത് മണൽ നിറച്ച ഇതേ ടിന്ന് കൂടുതൽ ഉയരത്തിൽ നിന്നും ഉരുട്ടിവിട്ട് പരീക്ഷണം ആവർത്തിക്കുക. അതായത് ചെറുതലത്തിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചിട്ട് ഈ പരീക്ഷണം ആവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും കുറച്ചുകൂടി ദൂരത്തേക്ക് മരക്കട്ട നീങ്ങിപ്പോകും. ഇവിടെ പ്രവേഗം കൂടിയത് കൊണ്ടാണല്ലോ ചതുരക്കട്ട കൂടുതൽ ദൂരേക്ക് നീങ്ങിയത്. ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ എഴുതുക. അപ്പോൾ ഒന്ന് പറയാം നമുക്ക് വസ്തുവിൻ്റെ മാസും വസ്തുവിൻ്റെ പ്രവേഗവും. അടുത്തതാണ് ഗതികോർജ്ജം കണക്കാക്കാനാകുമോ? പ്രവൃത്തി W=Fs. എന്നാൽ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് F=ma. ആയതിനാൽ പ്രവൃത്തി W=Fs Fന് ma എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ W എന്ന് പറയുന്ന സമവാക്യം അപ്പോൾ എന്ത് വരും? MAS എന്ന് പറഞ്ഞു വരും. ചലന സമവാക്യം അനുസരിച്ച് V² U² + 2AS ആണ്. ആദ്യ പ്രവേഗം U=0 എങ്കിൽ V² 2AS. അതായത് ഇവിടെ ഒരു വസ്തു ആദ്യം നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ചലിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ പ്രവേഗം U എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ ആ സമവാക്യത്തിൽ V² U² + 2AS എന്ന് പറയുന്ന സമവാക്യത്തിൽ യുവിൻ്റെ വില 0 കൊടുക്കുമ്പോൾ ബാക്കി വരുന്നത് 2AS ആണ്. റൈറ്റ് സൈഡിൽ കിടന്ന ASനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ AS=ASൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. സമത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് AS=V²/2 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ സമവാക്യം W=MAS ആണ് അല്ലേ. അതിൽ M അങ്ങനെ തന്നെ എഴുതി, ASന് പകരം നമ്മൾ V²/2 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ½ എന്ന് പറഞ്ഞ് കിട്ടും. വസ്തുവിൻ്റെ ഗതികോർജ്ജം EK=12mv². ഇവിടെ K എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് ഗതികോർജ്ജം. അതുകൊണ്ടാണ് EK എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ½ mv² ആണ്. M എന്നത് കിലോഗ്രാം യൂണിറ്റുള്ള മാസും V എന്നത് m/s യൂണിറ്റുള്ള പ്രവേഗവും ആണെങ്കിൽ EK സൂചിപ്പിക്കുന്നത് ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജ്ജമാണ്. അപ്പോൾ ഗതികോർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് ജൂളാണ് വരുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് EP=mgh ഗതികോർജ്ജം കാണാനുള്ള സമവാക്യം EK=12 mv² ആണ്. ഇതാണ് രണ്ട് ഇക്വേഷനുകൾ. അപ്പോൾ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സ്ഥിതികോർജ്ജവും ഒന്ന് ഗതികോർജ്ജവും. സ്ഥിതികോർജ്ജം രണ്ട് തരത്തിലുണ്ട്. അതാണ് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം mgh കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജവും. പിന്നെ അതുപോലെ തന്നെ ഗതികോർജ്ജം കാണാനുള്ള സമവാക്യമാണ് ½ mv². നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാം.
ഇവിടെ വസ്തുവിൻ്റെ മാസും പ്രവേഗവും തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഗതികോർജ്ജത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഇവിടെ തന്നിട്ടുണ്ട് മാസ് 10ഉം അതുപോലെ തന്നെ വസ്തുവിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 2 ആണെന്നുണ്ടെങ്കിൽ ഗതികോർജ്ജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. അടുത്തത് 5ഉം 2ഉം ആണ്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മാസ് എം തന്നിരിക്കുന്നത് 5ഉം പ്രവേഗം വി തന്നിരിക്കുന്നത് 2ഉം ആണ്. ഇക്വേഷൻ വരുന്നത് EK = ½ mv² ആണ്. ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 5, v² പകരം 2² വരും. നമ്മൾ ഇവിടെ 2 × 2 ഞാൻ എഴുതിയേക്കണം കേട്ടോ സ്ക്വയറിന് പകരം. അപ്പോൾ ½ ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഓരോ 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ മുകളിൽ 5 ഇൻറ്റു 2 10 ജൂളായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. അവിടെ എം തന്നിരിക്കുന്നത് 10ഉം അതേപോലെ തന്നെ വി തന്നിരിക്കുന്നത് 4ഉം ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ½ mv², ½ ഇൻറ്റു എമ്മിന് പകരം 10, v² പകരം 4 ഇൻറ്റു 4. അപ്പോൾ 4ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം 10 ഇൻറ്റു 2 ഇൻറ്റു 4 = 80 ജൂളാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എമ്മിൻ്റെ വില എന്ന് പറയുന്നത് 10ഉം അതേപോലെ തന്നെ വിയുടെ വില എന്ന് പറയുന്നത് 1ഉം ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് EK = ½ mv². എമ്മിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കാം, v² സ്ഥാനത്ത് 1 × 1 കൊടുക്കാം. 10 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ 5 വരും. 5 × 1 × 1 5 ജൂളാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഈ വാല്യൂസ് ഒക്കെ ഞാൻ ഈ ബോക്സിലേക്ക് എടുത്ത് എഴുതാം കേട്ടോ. രണ്ടാമത്തേൻ്റെ 10, മൂന്നാമത്തേൻ്റെ 80, നാലാമത്തേൻ്റെ 5 ആണ് ആൻസർ വരുന്നത്. 6-4 എന്ന് പറയുന്ന പട്ടിക അടിസ്ഥാനപ്പെടുത്തിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഗതികോർജ്ജത്തിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാസ് 2 മടങ്ങായി വർദ്ധിക്കുന്നു. അതായത് ½ mv² എന്ന് പറയുന്ന സമവാക്യത്തിൽ എമ്മിൻ്റെ വില 2 മടങ്ങാക്കണം. അതായത് ഒന്നായിരുന്ന വില 2 ആക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗതികോർജ്ജം എങ്ങനെയായിരിക്കും എന്ന്. മാസ് 2 ആവുകയാണെന്നുണ്ടെങ്കിൽ ഗതികോർജ്ജം ഇരട്ടിയാവാണ് ചെയ്യുന്നത്. അതായത് ഗതികോർജ്ജം 2 മടങ്ങ് വർദ്ധിക്കുന്നു. അടുത്തത് പ്രവേഗം 3 മടങ്ങായി വർദ്ധിക്കുമ്പോൾ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ½ mv² എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ എം ആണോ വർദ്ധിക്കുന്നത് വി ആണോ വർദ്ധിക്കുന്നതെന്ന് നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എമ്മിൻ്റെ വില എന്ന് പറയുന്നത് 1 ആണ്, വിയുടെ വിലയിലും 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രവേഗം 3 മടങ്ങ് വർദ്ധിക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രവേഗം വി എന്ന് പറയുന്നത് 1 ആയിട്ടാണ് എടുക്കുന്നത് നമ്മൾ അല്ലേ. അപ്പോൾ അത് 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിയുടെ വില എന്ന് പറയുന്നത് 3 ആണ്. നമുക്കിപ്പോൾ സമവാക്യത്തിൽ v² ആണ് വരുന്നത് അല്ലേ. അപ്പം 3 എന്നുള്ളത് സ്ക്വയർ വരുമ്പോൾ എന്താവും? 9 ആയിട്ട് മാറും. അപ്പോൾ എന്തായിരിക്കും? 9 മടങ്ങ് വർദ്ധിക്കും ഗതികോർജ്ജം. ഓക്കെ അല്ലേ. ഇനി അടുത്തത് പ്രവേഗം പകുതിയാകുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ½ mv² എന്ന് പറയുന്ന ഇക്വേഷനിൽ വിയുടെ വില എന്ന് പറയുന്നത് 1 ആയിരുന്നു. അതെന്തായി? പകുതിയാവണം. അതായത് 1/2 ആവാണ് അല്ലേ. നമ്മുടെ സമവാക്യത്തിൽ വിക്ക് സ്ക്വയർ ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വരും? 1/2 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. അതായത് 1/4 വരും. അതായത് 4ൽ 1 ഗതികോർജ്ജം കുറയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ½ mv² എന്ന് പറയുന്ന ഇക്വേഷനിൽ വിയുടെ വില എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ v² ആയതുകൊണ്ട് 1/2 ഓൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/4. അതായത് 4ൽ 1 കുറയുന്നു എന്ന്. അപ്പോൾ എല്ലാതും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ 10 m/s വേഗത്തിൽ നേർദിശയിൽ സഞ്ചരിക്കുന്നു. മോട്ടോർ സൈക്കിളിനും യാത്രക്കാരനും കൂടിയുള്ള മാസ് 300 കിലോഗ്രാം ആണ്. മോട്ടോർ സൈക്കിളിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടിയുള്ള ഗതികോർജ്ജം എത്രയായിരിക്കും? അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ആകെ മാസ് 300 കിലോഗ്രാം, വി തന്നിരിക്കുന്നത് 10 m/s, ഗതികോർജ്ജം ½ mv². ½ ഇൻറ്റു എം എന്ന് പറയുന്നത് 300, വി എന്ന് പറയുന്നത് 10 × 10. 10ൽ 2 5 പ്രാവശ്യം. അപ്പോൾ നമുക്ക് വരുന്നത് 300 × 5 × 10. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 15,000 ജൂളാണ്. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഗതികോർജ്ജം എത്രയായിരിക്കും? അതായത് വി എന്ന് പറയുന്നത് 10 ആയിരുന്നു, അത് 20 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗതികോർജ്ജം എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം 2 മടങ്ങ് അതായത് 20. ഗതികോർജ്ജം ½ mv², ½ ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 300 ഇൻറ്റു 20 × 20. 20ൽ 2 10 പ്രാവശ്യം. അതായത് 300 × 10 × 20 = 60,000 ജൂളാണ് ഇതിൻ്റെ ഗതികോർജ്ജം കിട്ടുന്നത്. അതായത് 4 മടങ്ങ് വർദ്ധിച്ചു നമുക്ക് പറയാം. അടുത്തൊരു പ്രോബ്ലം. ഒരു അത്ലറ്റ് 6 കിലോഗ്രാം മാസുള്ള ഷോട്ട് 12 m/s പ്രവേഗത്തിൽ എറിയുന്നു. ഈ അവസരത്തിൽ ഷോട്ടിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? ഇവിടെ മാസ് 6 കിലോഗ്രാം, വി തന്നേക്കുന്നത് 12 m/s. ഗതികോർജ്ജം കണ്ടുപിടിക്കാനാണ്. ഗതികോർജ്ജം കാണാനുള്ള സമവാക്യം ½ mv², ½ ഇൻറ്റു 6 ഇൻറ്റു 12 ഇൻറ്റു 12. 6ൽ 2 3 പ്രാവശ്യം, 3 × 12 × 12 വരുമ്പോൾ 432 ആയിരിക്കും.
ഇതിൻ്റെ ആൻസർ വരുന്നത് 432 ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ 0.5 കിലോഗ്രാം മാസുള്ള ഒരു ബോൾ തറനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ബോളിലെ സ്ഥിതികോർജം 98 ജൂൾ ആണെങ്കിൽ ബോൾ എത്ര ഉയരത്തിലായിരിക്കും? ജിയുടെ വില തന്നിട്ടുണ്ട് 9.8 മീറ്റർ/സെക്കൻഡ്². തന്നിരിക്കുന്ന വിലകളൊക്കെ നമുക്ക് എഴുതാം. എം ഇസ് ഈക്വൽ ടു 0.5 കിലോഗ്രാം, ജി ഇസ് ഈക്വൽ ടു 9.8 മീറ്റർ/സെക്കൻഡ്². ഇവിടെ ഇ പി തന്നിട്ടുണ്ട്, നമുക്ക് സ്ഥിതികോർജം തന്നിട്ടുണ്ട് 98 ജൂള്. നമുക്ക് ഇ പി കാണാനുള്ള ഇക്വേഷൻ, സ്ഥിതികോർജം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇവിടെ എത്ര മീറ്റർ ഉയരത്തിലാണ് ആ ബോൾ ഇരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് h ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമവാക്യത്തിൽ നിന്നും h is equal to EP/mg എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൽ ഇ പി തന്നേക്കുന്നത് 98, പിന്നെ എം തന്നേക്കുന്നത് 0.5 ഇൻറ്റു 9.8 ആണ് ജി ഇൻറ്റു എച്ച്. അപ്പോൾ h is equal to 98/0.5 ഇൻറ്റു 9.8. അപ്പോൾ നമ്മൾ പോയിൻ്റ് സ്ഥാനങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം സംഖ്യകൾ മാത്രം കുടിക്കുക. അതായത് 98 ഇൻറ്റു 5 ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 490 ആയിരിക്കും. അപ്പോൾ താഴെ നമുക്ക് 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് 2 സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇടുമ്പോൾ 4.9 വരും. അപ്പോൾ 98/4.9 ഹരിക്കുമ്പോൾ 20 മീറ്റർ ആയിരിക്കും നമുക്ക് ഹൈറ്റ് കിട്ടണത്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുകയാണെങ്കിൽ തറയിൽ പതിക്കുന്നതിന് തൊട്ടു മുൻപ് അതിൻ്റെ ഗതികോർജം എത്രയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ഇനി ഗതികോർജം കണ്ടുപിടിക്കണം. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ v² is equal to u² plus 2as ഈ സമവാക്യം നമുക്ക് എടുക്കാം. കാരണം നമുക്ക് v² ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കണം. അപ്പോൾ u എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതായത് ബോൾ നിശ്ചലാവസ്ഥയിലായിരുന്നല്ലോ. ഇത് നമുക്ക് a എന്ന് പറയുന്നത് 9.8 ആണ്, അതായത് ജിയും എയും നമുക്ക് ഒരു വാല്യൂറ്റ് എടുക്കാം. ഇനി s is equal to, അതായത് സ്ഥാനാന്തരം s is equal to h ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ h is equal to 20. ദാറ്റ് ഈസ് v² is equal to സമവാക്യത്തിൽ u എന്ന് പറയുന്നത് 0 പ്ലസ് 2 ഇൻറ്റു 9.8 ഇൻറ്റു 20. ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ 3920 കിട്ടും. പോയിൻ്റ് സ്ഥാനം മാറ്റി വെച്ചിട്ട് സംഖ്യകൾ മാത്രം ഗുണിക്കുമ്പോൾ 3920 കിട്ടും. അതിനുശേഷം നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കാം, അതായത് ഒരു സ്ഥാനത്തേക്ക് പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 392 ജൂളാണ്, അതായത് v² നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ഗതികോർജം കണ്ടുപിടിക്കണം. സമവാക്യം EK is equal to half mv². ഹാഫ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു v² നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 392. നമ്മൾ 392ൽ 2 196 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് 0.5 ഇൻറ്റു 196 is equal to 980 കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇനി ഒരു സ്ഥാനത്തേക്ക് പോയിൻ്റ് ഇടണം. അപ്പോൾ എന്ത് വരും? 98 ജൂളായിരിക്കും നമ്മുടെ ഗതികോർജം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഗുണിക്കുന്ന സമയത്ത് പോയിൻ്റ് സ്ഥാനമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഗുണിച്ചിട്ട് ആൻസറിൽ ഒരു സ്ഥാനത്തേക്ക് പോയിൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അടുത്തത് എല്ലാ ഊർജ്ജ രൂപങ്ങളെയും ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന്. ഊർജ്ജ പരിവർത്തനം. വൈദ്യുതി ഉപയോഗിച്ച് ബൾബുകൾ പ്രകാശിപ്പിക്കാറുണ്ടല്ലോ, മോട്ടോർ പമ്പ് ഉപയോഗിച്ച് ജലം പമ്പ് ചെയ്യാറില്ലേ? നിത്യജീവിതത്തിൽ ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റേണ്ടി വരുന്നുണ്ടെന്ന് കണ്ടുവല്ലോ. ഇത് എളുപ്പമാക്കാൻ നാം പലതരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഏതാനും യന്ത്രങ്ങളും അവയിലെ ഊർജ്ജമാറ്റവും എഴുതി നോക്കൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ ഊർജ്ജത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റാറുണ്ട് എന്ന്. അതായത് ഇപ്പോൾ നമ്മൾ അയൺ ബോക്സ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടൊക്കെ മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് അവയിൽ വരുന്ന ഊർജ്ജമാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വൈദ്യുത മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. പെട്രോൾ കാറുകൾ രാസോർജ്ജത്തെ ഗതികോർജ്ജമാക്കി മാറ്റുന്നു. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുതിയിൽ ഓടുന്ന കാറുകൾ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. അടുത്തത് ബലൂൺ ടോയ് കാറാണ്. ചിത്രത്തിലൊരു ബലൂൺ ടോയ് കാർ തന്നിട്ടുണ്ട്. ഇതിൽ ബലൂണിന് ടോയ് കാറിനെ ചലിപ്പിക്കാൻ ആവശ്യമായ ഊർജം അല്ലെങ്കിൽ ബലം എങ്ങനെ ലഭിക്കുന്നു എന്ന്. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ പറയാം? ബലൂണിൽ നിന്ന് വായു പുറത്തേക്ക് ശക്തിയായി പ്രവഹിച്ചതിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ ബലൂണിൻ്റെ റബ്ബറിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ബലൂണിലെ റബ്ബർ വലിഞ്ഞ് ബലൂൺ വികസിക്കുകയും ബലൂണിൻ്റെ കോൺഫിഗറേഷൻ മാറുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീർപ്പിച്ച ബലൂണിൽ പ്രധാനമായും ഏത് ഊർജ്ജമാണ് ഉള്ളത്? വീർപ്പിച്ച ബലൂണിൽ ഏത് ഊർജ്ജം ഉള്ളത്? സ്ഥിതികോർജ്ജമാണ് ഉള്ളത്. കാർ ചലിക്കുമ്പോൾ ഊർജ്ജത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ടോയ് കാറിൽ ബലൂണിലെ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നു.
ഇതോടുകൂടി സെക്കൻഡ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി എടുക്കാനുള്ളൂ, 2 ടോപ്പിക്കും കൂടി എടുക്കാനുള്ളൂ. ആ 2 ടോപ്പിക്കും വിലയിരുത്തുക എന്ന് പറയുന്ന ഭാഗവും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.